മക്കൾ ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം എല്ലാവരും ശ്രദ്ധിക്കുക. പ്രകാശം സഞ്ചരിക്കുന്നത് എയറിൽ നിന്ന് ഗ്ലാസിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ, അപവർത്തനം സംഭവിക്കുന്നു. ഇനി എയർ ആയതുകൊണ്ട് അതിന് സാന്ദ്രത വളരെ കുറവാണ്, അതുകൊണ്ട് റെയർ മീഡിയം എന്ന് പറയുന്നു. ഇനി ഗ്ലാസിന് എന്ന് പറഞ്ഞാൽ സാന്ദ്രത വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഡെൻസർ മീഡിയം എന്ന് പറയുന്നു. ഇനി റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ടുവേർഡ്സ് ദ നോർമലിനോട് ചേർന്ന് വരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി അതോടൊപ്പം തന്നെ എയറിൽ നിന്ന് ഗ്ലാസിലേക്ക് ലൈറ്റ് കടക്കുന്ന സമയത്ത് നമ്മളോട് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം കാണാൻ പറയും. ഗ്ലാസിന്റെ അപവർത്തനാങ്കം കാണാനുള്ള ഇക്വേഷൻ N=C/V എന്നാണ്. സി എന്ന് പറഞ്ഞാൽ വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് 3 × 10⁸ ആണ്. ബൈ ഇനി ഗ്ലാസിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 × 10⁸ എന്ന് വരും. അപ്പൊ ഇതൊക്കെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? 3/2 = 1.5. അതുകൊണ്ട് മക്കളെ ഓർത്തേക്ക്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയാലും ഇനി കേവല അപവർത്തനാങ്കാണെങ്കിലും ആൻസർ എത്ര വരുന്നത്? 1.5. അപ്പൊ ജസ്റ്റ് ഇത് ഓർത്തേക്കുക. വായുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം 1 ആണ്. ഇനി വാട്ടറിന്റെ ആണെങ്കിൽ 1.33 എന്ന് പറയുന്നു. ഇനി ഗ്ലാസിന്റെ ആണെങ്കിൽ 1.5 ആയിരിക്കും. ഡയമണ്ടിന്റെ ആണെങ്കിൽ 2.4 ആയിരിക്കും. അപ്പൊ മക്കളെ കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വെക്കുക.